ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രം എയർപോർട്ടിലാണ് കേട്ടോ. 2 വർഷത്തിന് ശേഷം ചേട്ടൻ നാട്ടിൽ വരികയാണ്. അതിൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട് കേട്ടോ മുഖത്ത്. അങ്ങനെ പിന്നെ ഇന്ന് ഞാനും അമ്മയും റിച്ചൂട്ടനും അതേപോലെ തന്നെ എൻ്റെ വല്യമ്മച്ചിയുടെ മോനും കസിനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഇക്കയുടെ കാറിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഇപ്പോൾ കാറിലൊക്കെ കയറി നമ്മൾ കണ്ടേ അവിടുന്ന് വീട്ടിൽ നിന്ന് നമ്മൾ തിരിച്ചു. അങ്ങനെ പിന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കേരളോലും ഒക്കെ ആയപ്പോഴത്തേക്കും മമ്മൂടൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഏതാണ്ട് വല്യമ്മച്ചിയുടെ മോനും ഇക്കായുമാണ് കേട്ടോ അത്. അങ്ങനെ പിന്നെ പാട്ടൊക്കെ കേട്ടു. അങ്ങനെ പിന്നെ നമ്മൾ കണ്ണനല്ലൂർ ആ ഭാഗമൊക്കെ എത്താൻ എന്തോ പള്ളിയിലെ റാസ എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാറിലൊക്കെ ഇരുന്നു കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ വളവുകളും തിരിവുകളും പാലങ്ങളും അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ ലൈറ്റ് സെറ്റിംഗ് ആയാലും ബിൽഡിങ്ങുകളായും നൈറ്റ് ഒരു വൈബ് തന്നെയാണ് കേട്ടോ ഒരു. അങ്ങനെ പിന്നെ നമ്മൾ താണ്ട് എയർപോർട്ടിലെത്തി. നമ്മൾ ഒരു കാര്യം വിട്ടുപോയി കേട്ടോ. എയർപോർട്ടിൽ നമ്മൾ കയറാതെ ഒരു കാര്യം നമുക്ക് വിട്ടുപോയി നമ്മൾ മേടിക്കാനായിട്ട്. ബൊക്ക മേടിക്കണമെന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നതിന് മുമ്പേ ഞാൻ അതിൻ്റെ കാര്യം എൻ്റെ വല്യമ്മച്ചിയുടെ മോൻ്റെ അടുത്ത് പറഞ്ഞു. അവനും വിട്ടു ഞാനും വിട്ടു. അതിൻ്റെ കാര്യം നമ്മൾ ഓർത്തില്ല, ഓരോ കാര്യങ്ങൾ കാരണം നമ്മൾ ഓർത്തില്ല. അങ്ങനെ പിന്നെ നമ്മൾ താണ്ട് ഇതിലൂടെ പോകുന്നിടത്ത് ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കണ്ടു. എല്ലാ അമ്പലങ്ങളൊക്കെ ഉത്സവമല്ലേ. അങ്ങനെ പിന്നെ ഞാൻ ഈ ചിന്താവിഷ്ടയായ കണക്ക് ഇരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും. ബൊക്ക ഒന്നും കിട്ടിയില്ല. എല്ലായിടത്തും പോയി, വേളിയിൽ പോയി, അതേപോലെ തന്നെ ശംഖുമുഖത്ത് തന്നെ പോയി, ഒത്തിരി അടുത്ത് പോയി കേട്ടോ. പിന്നെ നമ്മൾ പാളയത്തെന്ന് പറയുന്ന സ്ഥലത്ത്, പാളയം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മൾ പോയത്. പിന്നെ അവിടെ പോയി നമുക്ക് ഒത്തിരി അടുത്ത് പോയിട്ടും നോക്കിയിട്ടൊന്നും നമുക്ക് കിട്ടിയില്ല. അങ്ങനെ പിന്നെ വല്യമ്മച്ചിയുടെ മോൻ ഇറങ്ങി, കാറിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു കൊച്ചു പൂക്കട കിട്ടുന്നു, പക്ഷെ അതൊക്കെ അമ്പലത്തിൽ പൂവൊക്കെ കിട്ടുന്നത്. അങ്ങനെ പിന്നെ കിട്ടി ഗായ്സ്. അവൻ പിന്നെ മാപ്പ് നോക്കി ഇരുന്നപ്പോൾ ഒരു കട കിട്ടി. അങ്ങനെ പിന്നെ പാളയം വരെ നമുക്ക് പോകേണ്ടി വന്നു കേട്ടോ ബൊക്ക മേടിക്കാനായിട്ട്. നൈറ്റ് എല്ലാ കടകളും ഇതായിരുന്നു. എന്തായാലും ഒരു വലിയൊരു ഇത് തന്നെയായിരുന്നു കേട്ടോ, ട്വിസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ നമുക്ക് അവിടുന്ന് നമ്മൾ ഇറങ്ങി. അതിൻ്റെ തൊട്ടിപ്പുറമായിട്ട് തന്നെ ഇവരുടെ കട തന്നെയാണ് കേട്ടോ. അവിടെ കയറി. പിന്നെ അവിടെ നോക്കിയപ്പോൾ എല്ലാ സൈസ് പൂക്കൾ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു ചെറിയ ബൊക്ക മതിയായിരുന്നു. അങ്ങനെ പിന്നെ അത് അവർ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ ഒത്തിരി നേരം അവിടെ നിന്നു. അങ്ങനെ പൂക്കളുടെ കൂട്ടത്തിൽ ഞാനും കൂടെ ഒരു വീഡിയോ ഒക്കെ അങ്ങനെ കിട്ടി ഗായ്സ്, നമുക്ക് ബൊക്ക കിട്ടി. അങ്ങനെ പിന്നെ ഞാനും അവനും കൂടെ ബൊക്ക മേടിച്ചു, അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പിന്നെ നേരെ നമ്മൾ താണ്ടേ എയർപോർട്ടിൽ പിന്നെയും തിരിച്ചു വന്നു. അങ്ങനെ എയർപോർട്ടിൽ താണ്ടേ അവിടെ നിന്നു. അവിടെ നിന്ന് താണ്ടേ നമ്മൾ അങ്ങോട്ട് അകത്തോട്ട് കയറുകയാണ് ഗായ്സ്. എന്താണെന്ന് അറിഞ്ഞൂടാ, ഇത്രയും 2 വർഷത്തിന് ശേഷം കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും. അതേപോലെ തന്നെ മോൻ എന്താണെന്ന് അവന്, അതായത് 1.5 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ചേട്ടൻ പോയത് കേട്ടോ, ഗൾഫിൽ പോയത്. അങ്ങനെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അങ്ങനെ താണ്ടെ എൻ്റെ മനസ്സിൽ ഹാർട്ട് ബീറ്റ് ഇടുപ്പും ഒരു വല്ലാത്തൊരിത് തന്നെയാണ് കേട്ടോ. ഒരു മൊമെൻറ്റ് തന്നെയാണ്. കാണുമ്പോൾ എക്സൈറ്റ്മെൻറ്റിൻ്റെ കാര്യമായാലും എന്താകുമെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. റിച്ചൂട്ടനും കാണുമ്പോൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ കേട്ടോ. അങ്ങനെ താണ്ടെ ഇതാണ് കേട്ടോ ട്രിവാൻഡ്രം എയർപോർട്ട്. അങ്ങനെ പിന്നെ നമ്മളവിടെ എത്തി ഗൈസ്. അങ്ങനെ പിന്നെ ലൈറ്റ് സെറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ കണ്ട് കാരണത്തിന് വരുന്നു. എന്താ പറയുക, ഒന്നും പറയാനില്ല ഗൈസ്. ഇനി എന്താണോ അതെല്ലാം നമുക്ക് വീഡിയോയിൽ വഴി വരുന്നവർക്ക് കാണാം. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ എത്തി, കാറിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ബൊക്കയൊക്കെ പിടിച്ചത് അവൻ കാറിൽ നിന്ന്, വലിയ മിസ്റ്റർ മോനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കാണ് കേട്ടോ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. അങ്ങനെ പിന്നെ ഒത്തിരി നേരം വെളിയിലൊക്കെ ഇരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഒത്തിരി നേരം കഴിഞ്ഞ് അകത്തോട്ട് കയറി. അങ്ങനെ പിന്നെ ഞാൻ എന്തൊക്കെ കാര്യം പറഞ്ഞപ്പോൾ അവൻ വലിയ മിസ്റ്റർ മോൻ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. അപ്പം എന്തോ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ആ ഒരു നിമിഷം. അങ്ങനെ പിന്നെ താണ്ടെ വരുന്നതും കാത്ത് ഞാനിവിടെ നിൽപ്പാണ് കേട്ടോ. അങ്ങനെ എത്തി ഗായ്സ്. ഇതാണ് എൻ്റെ ഹസ്ബൻഡ് സന്ദീപ്. അങ്ങനെ പിന്നെ ഏതാണ്ടേ എന്താ പറയുക, അങ്ങനെ പിന്നെ നമ്മൾ കാണുമ്പോൾ ഒരു ഇതല്ലേ. അങ്ങനെ പിന്നെ കെട്ടിപ്പിടിച്ചുമ്പോൾ അടുപ്പൊക്കെ ഉണ്ടായിരുന്നു. ബൊക്ക എടുക്കുന്ന കാര്യം ഞാനങ്ങ് വിട്ടുപോയി. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഒരു കടയിൽ കഴിക്കാനായിട്ട് കയറി കേട്ടോ. ഞാനും വല്യമ്മച്ചിയുടെ മോനും. അപ്പോഴത്തേക്ക് റിച്ചൂട്ട എഴുന്നേറ്റു. അങ്ങനെ പിന്നെ ദാണ്ടെ കടയിൽ കയറി. അവൻ പിന്നെ കഴിക്കത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും പത്തിരിയും ഫ്രൈയും ഉണ്ടായിരുന്നു കേട്ടോ, കറിയും ബീഫ് കറിയായിരുന്നു നമ്മൾ മേടിച്ചത്. അങ്ങനെ അതൊക്കെ കൂട്ടി കഴിക്കുകയാണ് ഗൈസ്. അങ്ങനെയാണ് പത്തിരിയും ബീഫ് കറിയും ഒക്കെ ആസ്വദിച്ച് ഞാൻ കഴിച്ചു.
നല്ല ചൂടോടുള്ള പത്തിരിയായിരുന്നു കേട്ടോ. എന്നാലും അത്യാവശ്യം നല്ലതായിരുന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ തിരിച്ചു. അപ്പോഴത്തേക്കും എന്തോ കളിയുടെ എന്തോ ഇതെങ്ങാണ്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. ഫുട്ബോളിൻ്റെ എന്തോ കൊണ്ട് അതിൻ്റെ എന്തോ ജയിച്ചതിൻ്റെ ജേഴ്സി ഒക്കെ ഇട്ട ആളുകൾ പോകുന്നുണ്ട് കേട്ടോ. അച്ഛന് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് അച്ഛന് പിറ്റേ ദിവസം, അതായത് 31-ാം തീയതിയാണ് ചേട്ടൻ രാത്രി നൈറ്റ്. അപ്പോഴത്തേക്കും 3 മണിയായിട്ടോ. നമ്മൾ താമസിച്ചാണ് വന്നത് കേട്ടോ. 3 മണിയായി വരാൻ നേരത്ത്. പിറ്റേ ദിവസം ഉത്സവമാണ്, അതുകൊണ്ട് അച്ഛൻ കമ്മിറ്റിയിൽ അംഗമായിട്ട് അച്ഛന് വരാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ പാട്ടൊക്കെ കേട്ട് നമ്മൾ വീട്ടിലെത്താറായി. അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നിൽക്കും. ബൈ ബൈ.